ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടെ നമുക്ക് എത്തിച്ചേരുവാൻ ദൈവം തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് നമ്മെ അനുദിനവും ഓർപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന അനുഗ്രഹീത ആത്മീക ദൂതുകൾക്കായി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഇന്ന് തിരുവഴുത്തിൽ നിന്നുള്ള തിരുവചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആത്മാർത്ഥമായിട്ട് അടിയൻ ഒരുങ്ങുന്ന സമയത്ത് വചന കേൾവിക്ക് തൽപരരായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് എപ്പോഴും നമ്മോട് സംസാരിക്കാൻ തൽപരനും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അനുസരിക്കുന്നവരോട് പിന്നെയും പിന്നെയും വഴി പറഞ്ഞതെന്നും വാഗ്ദത്തങ്ങൾ നിറവേറ്റിയും നമുക്ക് തിരുവഴുത്തിൽ നിന്ന് സ്വർഗീയ മർമ്മങ്ങളെ ബോധ്യപ്പെടുത്താൻ ദൈവം വിശ്വസ്തനായിരിക്കയാൽ നമ്മുടെ കർത്താവിനെ, ആത്മരക്ഷകനെ, സ്വർഗീയ പിതാവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും വാഴ്ത്തിയും കൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്കൊരുമിച്ച് ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തെളിയിച്ചു തന്നിരിക്കുന്ന ദൈവീക ദൂതിന് ആധാരമായ വേദവാക്യം 1 ശമൂവേൽ 9-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. 1 ശമൂവേൽ 9-ാം അധ്യായം 16-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നാളെ ഈ നേരത്ത് ബെന്യാമീൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിൻ്റെ അടുക്കൽ അയക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. അവൻ എൻ്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ആ വാക്ക് ഞാൻ ആവർത്തിക്കുന്നു. അവൻ എൻ്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ശമൂവേലിനോട് ദൈവമായ കർത്താവ് ശൗലിനെ ചൊല്ലി പറയുന്ന ഒരു വാക്കാണിത്. ഇസ്രായേലിനൊരു രാജാവിനെ വേണമെന്ന് ജനം ആവശ്യപ്പെട്ട സ്ഥാനത്ത് ആദ്യം ശമൂവേൽ അത് വിലക്കി. യഹോവയായ ദൈവം നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ജാതികളെ പോലെ രാജാവിനെ ചോദിക്കുന്നത് എന്ന് ചോദിച്ച് ഒരു പിതാവിൻ്റെ മനസ്സോടെ ഇസ്രായേൽ ജനം രാജാവിനെ ആവശ്യപ്പെട്ട് ജനത്തെ അമർച്ചയായി ശാസിച്ചു. പക്ഷെ ദൈവം അത് വളരെ കൂളായിട്ടെടുത്തിട്ട് ശമൂവേലിനോട് പറഞ്ഞു, നീ എന്തിനാ അവരെ ശാസിക്കുന്നത്? അവർക്കൊരു രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെട്ടു, അവർക്കൊരു രാജാവിനെ കൊടുക്കാം. നാളെ ഈ നേരത്ത് നീ പാർക്കുന്ന നിൻ്റെ കൂടാരത്തിലേക്ക് ഞാനൊരുത്തനെ അയച്ചോളാം. ലക്ഷണമൊത്തൊരു പുരുഷൻ, അവൻ നിൻ്റെ കൂടാരത്തിൽ വന്നു കയറും. അവനെ നീ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. എന്നിട്ട് പറഞ്ഞ വാക്കാണ് ഇന്നത്തെ ചിന്തയുടെ ഏറ്റവും പ്രസക്തമായ വാക്ക്. അവൻ എൻ്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. നിങ്ങളുടെ വാക്ക് ശരിക്കും ഒരു ലാഘവത്തോടല്ല, ചില ബോധചിന്തയോടെ കേട്ടോ. ശൗലിനെക്കുറിച്ച് ദൈവമായ കർത്താവ് ശൗല് കേൾക്കാതെ കഴുത നഷ്ടപ്പെട്ട് കറങ്ങി നടക്കുമ്പോൾ ശമൂവേലിനോട് ദൈവം പറഞ്ഞതാണ്, ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ഞാൻ നിൻ്റെ അടുക്കൽ അഭിഷേകം ചെയ്യാൻ വേണ്ടി വിടുന്ന ഈ ശൗൽ എന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അവനെക്കുറിച്ച് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. അവൻ്റെ ആത്യന്തികമായിരിക്കുന്ന ദൗത്യം ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, അവൻ എൻ്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ശൗലിൻ്റെയും ശമൂവേലിൻ്റെയും ഈ രാജകീയ അഭിഷേകവും കഴുത നഷ്ടപ്പെട്ട പശ്ചാത്തലമൊക്കെ ഒത്തിരി പ്രാവശ്യം നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് ഞാൻ ഈ വാചകം ശ്രദ്ധിച്ചപ്പോൾ ഞാൻ അമ്പരന്നു, ഞാനൊന്ന് ഞെട്ടി. നിങ്ങളോട് ആ കാര്യം പറയണമെന്ന് ദൈവാത്മാവ് പ്രേരണ തന്നു. എന്താ പറഞ്ഞേ? അവൻ എൻ്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എന്നിട്ട് ശൗലിൻ്റെ കഥയറിയാവുന്ന നിങ്ങളോട് ചോദിക്കുന്നു, എന്തായി? ദൈവം തമ്പുരാൻ പറഞ്ഞത്, ഉടയതമ്പുരാൻ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ ഒരിക്കലും മാറിപ്പോകാത്തവൻ, ചുമ്മാ പറയാതെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ നിവർത്തിപ്പാൻ കരുത്തുള്ളവൻ, ആ ദൈവമാണ് പറഞ്ഞത്. ഇവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തേരെ. അവൻ
എൻ്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എന്നിട്ട് ഫെലിസ്ത്യരുടെ മുമ്പിൽ ശൗൽ എന്തായി എന്നാണ് എന്നെ ചിന്തിപ്പിച്ചത്. നിങ്ങൾക്കറിയാലോ, ഏലാ താഴ്വരയിൽ ഫെലിസ്ത്യ മല്ലനായിരിക്കുന്ന ഗോലിയാത്ത് ജനത്തെ വളഞ്ഞു നിൽക്കുക, ഇസ്രായേലിൻ്റെ സൈന്യത്തെ വട്ടം കയറി നിന്ന് തടഞ്ഞിരിക്കുക. വിട്ടുകൊടുക്കാതെ ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കും, രാഷ്ട്രം ഫെലിസ്ത്യൻ്റെ കയ്യിലാകും എന്ന് പറഞ്ഞുകൊണ്ട് ഫെലിസ്ത്യൻ ഗോലിയാത്ത് ഒരു താഴ്വാരത്ത് നിന്നുകൊണ്ട് അട്ടഹസിക്കുക. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ദൈവം തമ്പുരാൻ പറഞ്ഞു എൻ്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് 40 ദിവസം ആ താഴ്വരയിൽ നിന്ന് വട്ടം കറങ്ങിയ ശൗലിന് തൻ്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനായോ? രക്ഷിച്ചില്ല. പിന്നെ ദാവീദ് എന്ന ചെറുപ്പക്കാരൻ വരണ്ട വന്നു. സത്യത്തിൽ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചത് ശൗലല്ല, ദാവീദാണ്. ഇനി അതും പോട്ടെ, ശൗല് തീർന്നതെങ്ങനെ? ഈ പുസ്തകം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത് എങ്ങനെയാണെന്നറിയാം. ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയേറ്റു. ശൗലും യോനാഥാനും കൂടെ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യാൻ സൈന്യസമേതം പുറപ്പെട്ടു. ഗിൽബോബ പർവ്വത നിരകളിൽ വെച്ച യുദ്ധം, നേർക്കുനേരുള്ള യുദ്ധമാണല്ലോ അന്ന്. കൊടുമ്പിരി കൊണ്ടു യുദ്ധം മുറുകി. ഇന്ന് രണ്ടും കൽപ്പിച്ച് ഫെലിസ്ത്യർ തീരുമാനിച്ചാ വന്നത്, ഇന്ന് ഒരു കുഞ്ഞുകളിയല്ല, രണ്ടിലൊന്നറിഞ്ഞ് തീർത്തിട്ടേ വരാവൂ എന്ന തീരുമാനത്തിൽ പോയി. ഫെലിസ്ത്യർ ഗിൽബോവയിൽ വെച്ച് ശൗലിനെ ടാർഗറ്റ് ചെയ്തു. ശൗലിന് മനസ്സിലായി രക്ഷപ്പെടില്ല. അടുത്തെത്തി, കയ്യെത്താവുന്ന ദൂരത്ത് ഫെലിസ്ത്യരെത്തി. അവസാന നിമിഷത്തിൽ ശൗലിന് രാജാവെന്ന നിലയ്ക്ക് ഒരു ചെറിയ ബോധം കയറി. ഫെലിസ്ത്യരുടെ വാളിൻ്റെ വെട്ടേറ്റ് മരിച്ചു എന്നുള്ളത് ഒരു അല്ലെങ്കിൽ തന്നെ നിന്നയാണ് മൊത്തം. ഇനി അതോടെ വരുത്തി വെക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്ന ഭൃത്യനോട് പറഞ്ഞു, ഫെലിസ്ത്യൻ എന്നെ വെട്ടുന്നതിനേക്കാൾ മുമ്പ് നീ എന്നെ വെട്ടിക്കൊല്ല. അവൻ പേടിച്ചു പോയി. അയ്യോ, യജമാനനെ വെട്ടാനോ? വെട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ശൗല് തൻ്റെ വാള് ഈ മണ്ണിൽ കുത്തി നിർത്തി തന്നെത്താൻ വാളിന്മേൽ കമന്ന് വീണ് ആ വാളിൽ കോർത്ത് മരിക്കുക. ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ജനത്തെ രക്ഷിക്കുമെന്ന് പറഞ്ഞവൻ, ഫെലിസ്ത്യൻ വെട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഫെലിസ്ത്യനെ പേടിച്ച് ആത്മഹത്യ സ്വന്തം വാളിൽ കുത്തി കയറി ചത്തു. എന്നെ പിന്നെയും ചിന്തിപ്പിച്ചത്, ദൈവം പറഞ്ഞ വാക്കെന്തേ? എവിടെ പോയി? അവൻ എൻ്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരിടത്ത് പോലും അങ്ങനെ കണ്ടില്ല. അവസാനം ഫെലിസ്ത്യരാൽ തീർന്നു എന്ന് വേണ്ട പറയാൻ. എന്താ പറ്റിയത്? ദൈവം പറഞ്ഞിട്ടും നടന്നില്ലല്ലോ. ഞാനിതെങ്ങനെ ചിന്തിച്ചെന്നറിയാമോ? ഒരുപാട് പേരോട് ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ കൊച്ചിനെ ഞാൻ നോക്കിക്കോളാം, അവനെ ഞാൻ അക്കരെ നാട് കയറ്റി വിട്ടോളാം, അവളെ ഞാൻ പഠിപ്പിച്ചോളാം, നിന്നെ ഞാൻ മറക്കത്തില്ല, നിന്നെ വെച്ച് ഞാൻ വലിയ വേല ചെയ്യും, നിന്നെ ഞാൻ ഉപയോഗിക്കും, നിന്നെ ഞാൻ മാനിക്കും, നീ നിമിത്തം എൻ്റെ ജനം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ശൗലിനോട് പറഞ്ഞതുപോലെ ആയി പോകുന്നില്ലേ? ദൈവം പറഞ്ഞ വാക്ക് മാറത്തില്ല, വാഗ്ദത്തമുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒത്തിരി പേര് ഞാൻ എൻ്റെ ചുറ്റുവട്ടത്ത് കാണുന്നുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളും ദൈവം പറഞ്ഞിട്ടുണ്ട്, വാഗ്ദത്തമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നവരാണോ? വാഗ്ദത്തം അഥവാ ദൈവം പറഞ്ഞു, പക്ഷെ ദൈവം പറഞ്ഞിട്ട് നടന്നില്ലല്ലോ. ഇവിടെ ഞാൻ ദൈവത്തെ കുറ്റം പറയാനിരിക്കുകയല്ല. ആരാ കുറ്റക്കാരൻ? ദൈവം പറഞ്ഞാൽ നടക്കാതിരിക്കുമോ? ഇവിടെ ദൈവം ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് അവൻ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല. അവരുടെ കയ്യാൽ ചത്തു എന്ന് വേണം പറയാൻ. അപ്പം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞാൽ പോലും നമ്മുടെ ജീവിതത്തിൽ അത് നിറവേറണമെങ്കിൽ നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യണം, നമ്മൾ ഒരുപാട് തിരിച്ചറിയണം,
നമ്മൾ ഒരുപാട് ദൈവത്തിൻ്റെ കൂടെ നിൽക്കണം. നമ്മൾ ഒത്തിരി വചനപ്രകാരം മുന്നോട്ട് പോകണം. ദൈവത്തെ അനുസരിക്കണം. ദൈവം പറഞ്ഞ ക്രമീകരണത്തിൽ തന്നെ ആ അച്ചുതണ്ടിലൂടെ തന്നെ നമ്മൾ യാത്ര ചെയ്യണം. ഇല്ലെങ്കിൽ ദൈവം പറഞ്ഞാൽ പോലും നടക്കില്ലെന്ന് ഈ ശൗലിൻ്റെ ജീവിതത്തിൽ തെളിയിച്ചില്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ പറയുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമുക്കങ്ങനെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൊച്ചിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചുകൊണ്ട് നിൽക്കാനൊരു വാക്കുള്ളത് ബലം തന്നെയാണ്. പക്ഷേ ദൈവം പറഞ്ഞിട്ട് പോലും നിങ്ങളുടെ പിള്ളേരുടെ ജീവിതത്തിൽ നടക്കാതെ പോകുന്നത്, നമ്മുടെ കുടുംബത്തിൽ നടക്കാതെ പോകുന്നത്, അതൊരു ചിന്തനീയ വിഷയമല്ലേ? ദൈവം പറഞ്ഞത് നടക്കണമെങ്കിൽ അതീവ ജാഗ്രതയിലും സൂക്ഷ്മതയിലുമായിരിക്കണം. ഇല്ലെങ്കിൽ ശൗലിന് പറ്റിയതുപോലെ പറ്റരുത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ, അങ്ങ് എന്നോട് പറഞ്ഞിരിക്കുന്നതൊക്കെ നടക്കേണ്ടതിന് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ നടക്കാൻ, അതുപോലെ ജീവിപ്പാൻ എന്നെ അനുവദിക്കണം. ദൈവം പറഞ്ഞിട്ടുണ്ട്, വാഗ്ദത്തമുണ്ട്, ദൂതുണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു മായാലോകത്ത് ജീവിച്ചൊന്നും നടക്കാതെ നമ്മൾ അപമാനവും അപഹാസ്യവുമായിട്ട് തീരരുത്. ദൈവം പറഞ്ഞത് നടക്കാൻ നമുക്ക് ജീവിതം ക്രമീകരിക്കാം, അതുപോലെ ജീവിക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് പറഞ്ഞാൽ എല്ലാം നടക്കുമെന്ന ഞങ്ങളുടെ ഭൂരിപക്ഷം ആളുകളുടെ മനസ്സിൽ കിടന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾ ഈ വാക്യം കണ്ട് ഞെട്ടിപ്പോയി. അപ്പാ, അങ്ങ് പറഞ്ഞിട്ടും അങ്ങ് പറഞ്ഞതുപോലെ അല്ലല്ലോ നടന്നത്, ഘടകവിരുദ്ധമായിട്ടാണല്ലോ നടന്നത് എന്നത് ഞങ്ങൾ ചിന്തിച്ചു പോയി. കർത്താവേ, ഞങ്ങളാണ് കുറ്റക്കാർ. അങ്ങ് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുമെന്നറിയാം. യഹോവ അരുളി ചെയ്തു, അതുപോലെ സംഭവിച്ചു എന്ന തിരുവെഴുത്ത്. പക്ഷെ അങ്ങനെയല്ല ശൗലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങൾ കണ്ടു. കുറ്റം മനുഷ്യൻ്റേതാണപ്പാ. ഞങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്കങ്ങനെ വരല്ലേ. ഞങ്ങളോടെന്ത് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അത് തന്നെ നടക്കണം. അതിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ അനുവദിക്കണം. അതിലേക്ക് ഞങ്ങളെ നയിക്കണം. അതിനായി ഞങ്ങളെ ഒരുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.